ഇന്ന് നമുക്ക് ഒരു കർക്കിടക ലഡ്ഡു ഉണ്ടാക്കിയാലോ. പൊതുവേ കർക്കിടകത്തിൽ ആയുർവേദ പ്രസവ മരുന്നാണല്ലോ എല്ലാവരും കഴിക്കാറ്. പക്ഷേ അത് ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഐറ്റംസും വെച്ചിട്ട് ഇതാക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ എടുക്കുന്നതിൻ്റെ നിങ്ങൾക്ക് കുറച്ച് കൂട്ടിയിട്ടും എടുക്കാം, അല്ലെങ്കിൽ അത് ഇല്ലാണ്ടും ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ചിട്ടും എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എടുക്കുന്ന സാധനങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ബദം, മുന്തിരി, എള്ള് എന്നിവ കുതിർത്തിടണം. പിന്നെ റാഗി, ഗോതമ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ കഴുകി വെയിലത്തിട്ട് ഉണക്കി പൊടിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഈത്തപ്പഴം മാത്രമല്ല എടുക്കുന്നത്, കുറച്ചധികം ശർക്കര എടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് ക്വാണ്ടിറ്റിയിലാക്കുന്നത് കൊണ്ട് തന്നെ ഈത്തപ്പഴം എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. ഗോതമ്പ് എടുക്കുമ്പോൾ കുത്തിയ ഗോതമ്പാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കുറച്ച് അവിൽ പൊടിച്ചത്, കുറച്ച് റാഗിപ്പൊടി, കുറച്ച് പീനട്ട്, പിന്നെ കുറച്ച് മക്കാന പൊടിച്ചത്, കുറച്ച് പംകിൻ സീഡ്. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷമാണ് പൊടിക്കേണ്ടത്. പിന്നെ നമ്മൾ കുറച്ച് പൊടിച്ച പിസ്ത, ഗോതമ്പ്, പിന്നെ ആവശ്യത്തിന് ഈത്തപ്പഴം നമ്മൾ അരച്ചിട്ടാണ് ചേർക്കേണ്ടത്. വെള്ളമൊഴിക്കാതെ വേണം അരക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് തേങ്ങ, പിന്നെ നമ്മൾ മുന്തിരി കുതിർത്തത്, പിന്നെ നെയ്യ്, പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്. പിന്നെ നമ്മൾ അരി, കുരുമുളക്, ഉലുവ, കരിഞ്ചീരകം ഇവ കുറച്ചെടുത്തിട്ട് ഒരു കുഞ്ഞു ബൗളിൽ പൊടിച്ചെടുക്കണം. പിന്നെ കുതിർത്ത എള്ള് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ കുതിർത്ത ബദം നന്നായിട്ട് തന്നെ പൊടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാൽനട്ട് പൊടിച്ചത്. ഇതിൻ്റെയൊക്കെ കളറ് വ്യത്യാസം കാണുന്നത് എല്ലാം ഒരേ ജാറിലിട്ട് പൊടിച്ചത് കൊണ്ടാണ്. പിന്നെ നമ്മൾ വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ആവശ്യത്തിന് നെയ്യ് ചൂടാക്കുക. നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ നന്നായിട്ട് വഴറ്റണം. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുക. റാഗി എന്നല്ല, എല്ലാ പൊടികളും ഇതിൻ്റെ ബാക്കിൽ തന്നെ ചേർത്ത് കൊടുക്കണം. അടിക്ക് പിടിക്കാതെ നോക്കണം. കാരണം നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കർക്കിടകത്തിലെ മരുന്നാക്കുമ്പം ഇതിൽ ഒരുപാട് സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. അയമോദകം, അജാളി അങ്ങനെ കുറേ. പക്ഷെ ഇതിലിപ്പം നമ്മൾ ചേർത്ത കുറച്ച് സാധനങ്ങൾ അതിൽ ചേർക്കുകയോ ഇല്ല. ഈ പൊടികളൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മൾ അതിലേക്ക് ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കണം. ശേഷം നമ്മൾ എള്ള്, ഈത്തപ്പഴം ഇവ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ മുകളിലേക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നേരത്തെ കുതിർത്ത് വെച്ച മുന്തിരി കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ അവസാനം നമ്മൾ കുറച്ച് നെയ്യൊന്ന് തൂക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ലഡ്ഡു റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ബായ്.